ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ. മികച്ച നവാഗത ചിത്രത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ്, ദേശീയ ഉദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള നർഗീസ് ദത്ത അവാർഡ് എന്നിവയുടെ പേരാണ് മാറ്റിയത്. സംവിധായകൻ പ്രിയദർശൻ അംഗമായ സമിതിയുടേതാണ് ശുപാർശ. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ പേരു മാറ്റിയ സാഹചര്യം എന്താണ്? വേണു, ഈ ഡിസംബറിലാണ് ഈ അന്തിമ ശുപാർശ ഈ പ്രിയദർശൻ അംഗമായ സമിതി കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു പേരുമാറ്റം ഈ അവാർഡുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് മികച്ച നവാഗത ചിത്രത്തിനുള്ള അവാർഡിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ ദേശീയ ഉദ്ഗ്രഥനത്തെ കുറിച്ചുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡിൽ നിന്ന് നർഗീസ് ദത്തയുടെയും പേരുകളാണ് ഒഴിവാക്കിയത്. അവ ഇനി മുതൽ ഒരു സംവിധായകന്റെ മികച്ച നവാഗത ചിത്രം എന്ന പേരിലും മികച്ച ഫീച്ചർ ഫിലിം എന്ന പേരിലുമായിരിക്കും അവാർഡുകൾ ഇനി മുതൽ വിതരണം ചെയ്യുക. എന്തായാലും ആ ഒരു അവാർഡുകളിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രിയദർശൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ശബ്ദ സംബന്ധമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളിലും ചില ശുപാർശകൾ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അതും വരുന്ന ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ്. ഇതിന് പുറമെ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിനുള്ള പാരിതോഷികം അത് 10 ലക്ഷം രൂപയിൽ നിന്ന് 15 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും IB മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി നിർജ ശേഖറാണ് ഈ ഒരു സമിതി അധ്യക്ഷൻ. ഈ സമിതിയാണ് ഡിസംബറിൽ ശുപാർശ കൈമാറിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പേര് മാറ്റിയിരിക്കുന്നത്. വേണം ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ചിനിടെ വ്യാപക സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ കർഷകർ നീക്കി. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. സമരത്തെ പിന്തുണച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. വൻ സുരക്ഷാ വലയത്തിലാണ് പഞ്ചാബിൽ നിന്ന് കർഷക മാർച്ച് പുറപ്പെട്ടത്. അംബാല ദേശീയപാതയിൽ പ്രവേശിച്ച കർഷക മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ പോലീസ് തടഞ്ഞു. മണിക്കൂറുകളോളം പോലീസും കർഷകരും തെരുവിൽ ഏറ്റുമുട്ടി. പോലീസിന്റെ ബാരിക്കേഡുകൾ നീക്കിയ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു. ഹരിയാനയിലെ കുരുക്ഷേത്രയിലും പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകർ നീക്കിയത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. 1500 ട്രാക്ടറുകൾ 500 വാഹനങ്ങളുമായി 6 മാസത്തേക്കുള്ള റേഷനും ഇന്ധനവുമെല്ലാം കയ്യിൽ കരുതിയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നീങ്ങുന്നതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഡൽഹിയിലും ഹരിയാനയിലെ 7 ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിളകൾക്ക് മിനിമം താങ്ങുവില, ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ നിലപാടെടുത്തു. അതിനിടെ മിനിമം താങ്ങുവിലയിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. മാർച്ചിൽ പ്രശ്നമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചാൽ പിന്തുണയുമായി തങ്ങളുള്ളത് ഓർക്കണമെന്ന് രാകേഷ് ടിക്കായത്ത് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കർഷകർക്ക് ഹരിയാനയിലൂടെ കടന്നുപോകാൻ അവകാശമുണ്ടെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വ്യക്തമാക്കി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുമെന്ന് കർഷകർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി. ഐതിഹാസികമായ ആദ്യ കർഷക സമരത്തിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഡൽഹി അതിർത്തികളിൽ. കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉയർത്തി മുള്ളുവേലികൾ സ്ഥാപിച്ചുമാണ് സമരത്തെ പ്രതിരോധിക്കാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കം. സിംഗു അതിർത്തിയിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ, 24. കൂടുതൽ വിവരങ്ങളുമായി സിംഘു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, കർഷകർ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ വലിയ വലിയ തടസ്സങ്ങളാണ്. പക്ഷേ അത് മറികടന്ന് അവർക്ക് എത്താൻ കഴിയും എന്ന് തന്നെ കരുതാമോ? കൂടാതെ ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ അത് പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തി പകരുന്നതല്ലേ? വേണു, 2020 ഒരു സാഹചര്യം പരിശോധിച്ചാൽ പോലീസിന്റെ ഭാഗത്തും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാലും ഒരുപക്ഷെ കർഷകർ ഡൽഹിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കണക്കുകൂട്ടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കനത്ത സുരക്ഷാ വലയം ഇപ്പോൾ ഡൽഹി അടക്കമുള്ള അതിർത്തികളിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സിംഗു അതിർത്തിയിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് 1000-ലധികം പോലീസുകാരും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗമെല്ലാം തന്നെ സിംഗു അതിർത്തിയിൽ മാത്രം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കോൺക്രീറ്റ് ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ വേലികളും തീർത്തിപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ 4 നിര ബാരിക്കേഡുകൾ തീർത്താണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇവിടെ നിന്ന് 500 മീറ്റർ മുന്നോട്ട് ഹരിയാന ഭാഗത്തേക്ക് പോയാൽ അവിടെ ടോൾ പ്ലാസയുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ സമാനമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്.
ഇതുകൂടാതെ സിംഗു കൂടാതെ ഗാസിപ്പൂർ തിക്രി അടക്കമുള്ള അതിർത്തികളിലും സമാനം തന്നെയാണ് അവസ്ഥ. കുരുക്ഷേത്രയിലും പാനിപ്പത്തിലും ഇതേ സാഹചര്യമാണ്. ഇന്ന് കുരുക്ഷേത്രയിൽ കർഷകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസ് കർഷകരെ തടയുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണമെല്ലാം തന്നെ കർഷക സമരത്തിന് കുറച്ച് ഊർജ്ജം നൽകുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലടക്കം കർഷകർ ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് കാലങ്ങളായി സമരത്തിലുണ്ട്. പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ സമരവുമായി രംഗത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് കർഷകർ പ്രഖ്യാപിച്ചത്. എന്തായാലും മാർച്ച് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വമുള്ള നടപടി സ്വീകരിക്കും വരെ ശക്തമായ മാർച്ചുമായി മുന്നോട്ട് പോകും, ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോകില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ മാർച്ചിനെ നേരിടാനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു. ഒരുപക്ഷെ നിരോധനാജ്ഞ ലംഘിച്ച് കർഷകർ മുന്നോട്ട് പോയാൽ ഉടൻ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. അല്പസമയം തന്നെ ഉന്നത പോലീസ് സംഘം ഇവിടെ എത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഡൽഹി പോലീസിന്റെ കണക്കൂട്ടൽ പ്രകാരം ശംഭു അതിർത്തിയിൽ നിന്ന് കർഷകർ മുന്നോട്ടേക്ക് നീങ്ങിയാൽ ഏതാണ്ട് 4-5 മണിക്കൂറിന് ശേഷം മാത്രമേ സിംഗു അതിർത്തിയിലേക്ക് എത്തൂ. ഏതാണ്ട് ഇവിടെ നിന്ന് 216 കിലോമീറ്റർ അകലെയാണ് ശംഭു അതിർത്തി. അതുകൊണ്ട് തന്നെ ട്രാക്ടറുമായി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ 6 മണിക്കൂറെങ്കിലും എടുക്കുമെന്നൊരു കണക്കൂട്ടലാണ് ഡൽഹി പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ മുതൽ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇന്ന് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുപ്രധാനപ്പെട്ട കാര്യം, ഡ്രോൺ നിരീക്ഷണമെല്ലാം തന്നെ ശക്തമാക്കി തന്നെയാണ് ഇപ്പോൾ പോലീസിന് നിരീക്ഷണം മുന്നോട്ട് പോകുന്നത്. കൂടാതെ 7 ജില്ലകളിൽ, ഹരിയാനയിൽ മാത്രം 7 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. 110 ഇടങ്ങളെല്ലാം തന്നെ 110 കമ്പനി സേനകളെ വിന്യസിച്ചാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഹരിയാനയിൽ മാത്രം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ കനത്ത സുരക്ഷാ വലയം ഇത് മറികടന്ന് വേണം കർഷകർക്ക് ഒരുപക്ഷെ ഡൽഹിയിലേക്ക് കടക്കുക എന്നത്. എന്നാൽ പോലും കണ്ടെയ്നറുകളെല്ലാം തന്നെ പലയിടങ്ങളിൽ ഡൽഹിയിൽ നിരത്തിയിട്ടുണ്ട്. സിംഗുവിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ IT അടക്കമുള്ള പ്രധാനപ്പെട്ട ഡൽഹി നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള മേഖലയെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ കണ്ടെയ്നറുകൾ തീർത്ത് വലയം സ്ഥാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അത്ര പെട്ടെന്ന് കർഷകർക്ക് ഡൽഹിയിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. പക്ഷേ കർഷകരുടെ സമരം കഴിഞ്ഞ വർഷമായ 2020 കർഷക സമരത്തിന്റെ കാഴ്ചകൾ നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ പോലീസ് പൂർണ്ണമായും വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി, നിതിൻ അംബുജനാണ് സിംഘു അതിർത്തിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA. വ്യവസായ നയം CMRLന് അനുകൂലമാകാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. മുഖ്യമന്ത്രി CMRLന് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. CMRLന് കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന രേഖകളും പുറത്തുവിട്ടു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് കുഴൽനാടൻ രേഖകൾ സഹിതം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം? ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, ഒപ്പം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നതാണ് മാത്യു കുഴൽനാടന്റെ പ്രധാനപ്പെട്ട ആരോപണം. CMRL കമ്പനിക്ക് വഴിവിട്ട മുഖ്യമന്ത്രി സേവനങ്ങൾ നൽകി. ഈ സേവനങ്ങൾക്കുള്ള പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി ലഭിച്ചത് എന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. കാരണം 2004 UDF സർക്കാരിന്റെ കാലത്താണ് CMRLന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയത്. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ അനുമതി റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ കരാർ തിരികെ ലഭിക്കാൻ CMRL വലിയ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ പദവി അധികാരം ഏറ്റെടുത്തതോടെയാണ് ഈ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും ഒപ്പം വീണ വിജയനും മാസപ്പടിയായി പണം ലഭിച്ചു തുടങ്ങിയത്. വഴിവിട്ട രീതിയിൽ മുഖ്യമന്ത്രി ഇതിന് സഹായം നൽകാൻ ശ്രമിച്ചു. ഈ വിദേശ വ്യവസായ നയ ഉത്തരവിലടക്കം തിരുത്തൽ വരുത്തിയെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം, ആ ഫയൽ മുഖ്യമന്ത്രി വിളിപ്പിക്കുകയും ആ ഫയലിൽ മുഖ്യമന്ത്രി ചില പരിശോധനകൾക്ക് നിർദ്ദേശം നൽകുകയും പുനരാലോചനയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പറയുന്ന രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സുപ്രീം കോടതി വിധി പ്രകാരം വേണമെങ്കിൽ ഈ കമ്പനിക്ക് നൽകിയ പാട്ടസ്ഥലം അടക്കം സർക്കാരിന് തിരിച്ചു പിടിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ചെയ്യാതെ കമ്പനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ഈ നിലപാടിനുള്ള പ്രതിഫലമായാണ് മാസപ്പടി ലഭിച്ചതെന്നുമാണ് മാത്യു ആരോപിക്കുന്നത്. അതേസമയം വ്യവസായ മന്ത്രി പൂർണ്ണമായും ഈ ആരോപണങ്ങൾ തള്ളി ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വേണു. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായ 3-ാം ദിനവും ഫലം കാണാതെ മിഷൻ ബേലൂർ മഖിന.
ആന കാട്ടിക്കുളം മണ്ണുണ്ടിക്കും ബേഗൂരിനും ഇടയിലെ വനമേഖലയിൽ തുടരുകയാണ്. മുൾപടർപ്പുകൾ നിറഞ്ഞ അടിക്കാടാണ് ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, അപ്പോൾ മൂന്നാമത്തെ ദിവസവും ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് തടസ്സങ്ങൾ? എന്താണിനി RRT സംഘത്തിന്റെ അടുത്ത പദ്ധതി? മൂന്നാമത്തെ ദിവസവും ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ ആനയെ ഒരു ഉചിതമായ അനുയോജ്യമായ ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല, അനുയോജ്യമായ ഒരു സന്ദർഭത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വെല്ലുവിളി. ഇന്ന് ആനയെ നിരവധി തവണ നേരിട്ട് കണ്ടു. 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതനുസരിച്ച് ഇന്ന് രാവിലെ നേരത്തെ തന്നെ ദൗത്യം തുടങ്ങിയതാണ്. ഇന്ന് 5:30 ദൗത്യം ആരംഭിച്ചത്. 5:30 ശേഷം നിരവധി തവണ ഈ ആനയെ കണ്ടു. അതായത് ഈ മണ്ണുണ്ടി എന്ന് പറയുന്ന പ്രദേശം, അതോടൊപ്പം തന്നെ ഇരുമ്പുപാലം എന്ന് പറയുന്ന പ്രദേശം, ബേഗൂർ എന്ന് പറയുന്ന പ്രദേശം, ഈ 3 പ്രദേശത്തിൻ്റെ ഇടയിലായാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ നിരവധി തവണ ഈ RRT സംഘം നേരിട്ട് കണ്ടതാണ്. അതൊരു 150 മീറ്റർ വരെ അകലയിൽ കണ്ടു എന്നാണ് പറയുന്നത്. 2 തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നും ദൗത്യസംഘം പറയുന്നുണ്ട്. ഇതിൽ രാവിലെ 11:30-ക്കും വൈകിട്ട് 4:30-ക്കും 2 തവണ മയക്കുവെടി ഉതിർക്കാനുള്ള ശ്രമം നടന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്യാൻ, അതായത് ഇതിനെ പിടികൂടാൻ കഴിയാതിരിക്കാനുള്ള കാരണം ഈ പ്രതിബന്ധമായിട്ടുള്ളത് അടിക്കാടാണ്. അടിക്കാട് ഒരു 3 ആൾ പൊക്കത്തിൽ വരുന്ന അടിക്കാട്, മുള്ള്, ഇതെല്ലാം തന്നെ നിറഞ്ഞ ഒരു സ്ഥിതിയാണ് ഉള്ളത്. സ്വാഭാവികമായും അതാണ് ഏറ്റവും ഗുരുതരമായ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് വനം വകുപ്പിനെ എത്തിച്ചിരിക്കുന്നത്. ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, വെറ്റിനറി സംഘം വനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. മാത്രമല്ല ഡാർട്ടിംഗ് ടീമും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടൊരു ചേസ് ചെയ്തുകൊണ്ടൊരു നീക്കവും നടത്തിയിട്ടുണ്ട്. ഈ മണ്ണുണ്ടി കുളത്തിന് സമീപം, അവിടെ ഒരു കുളമുണ്ട് വനത്തിനകത്ത്, ആ കുളത്തിന് സമീപത്ത് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇപ്പോൾ നമുക്ക് ഡ്രോൺ വിഷ്വൽസ് കൂടി ലഭിച്ചിട്ടുണ്ട്. ആ ഡ്രോൺ വിഷ്വൽ അനുസരിച്ച് ഇതിനൊപ്പം മറ്റൊരു മോഴയാന കൂടി സഞ്ചരിക്കുന്ന ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ ട്രാക്ക് ചെയ്യുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മോഴയാന കൂടി ഒപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ആ ദൃശ്യത്തിൽ ഇത് കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദൗത്യം താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു. പക്ഷേ രാത്രിയിലും ഈ ആന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. 60-ലേറെ വനംവകുപ്പ് സംഘമാണ് ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി ശക്തമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട് ഇത് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം നടത്തും. വനംവകുപ്പിന് മുന്നിൽ ഒരു അജണ്ട മാത്രമാണ് നിൽക്കുന്നത്. അത് ഈ ആനയെ ഏതു വിധേനയും മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ആ വനത്തിനകത്തേക്ക് തിരിച്ച് പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ സ്വാഭാവികമായും അത് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു സാധ്യത വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ദുരന്തത്തിലേക്ക്, വീണ്ടും അത്തരം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മയക്കുവെടി വെക്കുക എന്നല്ലാതെ മറ്റൊരു പോംവഴി ഇല്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇനിയും പരിശോധന തുടരും. ആനയ്ക്ക് വേണ്ടി ആനയെ പിടികൂടാനുള്ള ദൗത്യം തുടരും. നാളെ രാവിലെ ഇത് പുനരാരംഭിക്കുമെന്നുള്ളതാണ്. നാളെ രാവിലെ ഇതിൻ്റെ സിഗ്നൽ പരിശോധിച്ച ശേഷം പുലർച്ചെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനമേഖലയിലേക്ക് അകത്തേക്ക് കടക്കും. അകത്തേക്ക് കടന്ന ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ആ കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ അനുസരിച്ച് ഈ ആന സഞ്ചരിക്കുന്ന, അതായത് കുറ്റിക്കാട് നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യം നടപ്പാക്കുന്നത്. എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഇവരുടെ പ്രതിസന്ധി എന്നുള്ളത് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുള്ളത്. അതിൽ ഒരു മോഴയാനയ്ക്കൊപ്പം ഈ ആന സഞ്ചരിക്കുന്ന 8 സെക്കൻഡോളം ദൈർഘ്യമുള്ള ദൃശ്യമാണ് വനംവകുപ്പിൻ്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും അത് വലിയ രീതിയിലുള്ള ശ്രമകരമായ ദൗത്യമാണ്. അവർ പറയുന്ന പോലെ 3 ആൾ പൊക്കത്തിലോളം കാട് വളർന്നു നിൽക്കുന്നു. അതിനെ വകഞ്ഞു മാറ്റി, മുൾക്കാടാണ്, അതിനെ വകഞ്ഞു മാറ്റിയാണ് ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട്, ഇതിനെ ചേസ് ചെയ്തുകൊണ്ട് പിടികൂടാനുള്ള ദൗത്യമാണ് നടപ്പാക്കുന്നത്. ഇത് പക്ഷേ വെല്ലുവിളിയായി മാറുന്നത് ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ്.
കുറ്റിക്കാടുകളും മറ്റും നിറഞ്ഞ മേഖലയാണ്. ആ പ്രതിസന്ധിയെ തരണം ചെയ്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ നാളെ പ്രതീക്ഷയുടെ ദിവസമാണ്. നാളെ ഇത് ഒരുപക്ഷേ ഈ ആനയെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പതിവിലും വിപരീതമായി വളരെ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ആദ്യം ട്രാക്ക് ചെയ്യുന്ന ടീമാണ് വനത്തിനകത്തേക്ക് കയറിയത്. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് രാവിലെ മൂടൽമഞ്ഞ് മാറിയപ്പോൾ RRT സംഘം അകത്തേക്ക് തിരിച്ചു. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ വെറ്റിനറി സംഘം തിരിച്ചു. 2 തവണ ആന പ്രത്യക്ഷത്തിൽ വെടിവെക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അത്തരം അകലത്തിൽ ആനയെ ലഭിച്ചു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും 11:30-ക്കും 4:30-ക്കും അത്തരത്തിലുള്ള ശ്രമങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷേ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീടാണ് ഉച്ചയ്ക്കോടെ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം തുടങ്ങിയത്. ഡ്രോൺ പറത്തിയത് വഴി അതിലും കുറെ കൂടി വ്യക്തതയുള്ള ആനയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. അത് ഒരു മോഴയാനയ്ക്കൊപ്പം ഈ ആന, അതായത് ബേലൂർ മോഴയും മറ്റൊരു മോഴയാനയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ പ്രതിസന്ധിയാണ്. ഒരു ആന കൂടി ഇതിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും അതും ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തന്നെയാണ്. അതായത് ആ മോഴയാനയെ മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷം ഒരുപക്ഷെ അങ്ങനെ വേണ്ടിവരും ഈ ദൗത്യം നടപ്പാക്കാൻ. കൃത്യമായ രീതിയിലൊരു സ്ഥലം കിട്ടണം, അതുമായി ബന്ധപ്പെട്ട സന്ദർഭം കിട്ടണം. എങ്കിൽ അനുയോജ്യമായ വിധത്തിലുള്ള സന്ദർഭം കിട്ടിയാൽ മാത്രമേ മയക്കുവെടിവെക്കൽ സാധ്യമാകൂ. ആ ദൗത്യത്തിലേക്ക് നാളെ വനംവകുപ്പ് നീങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വേണു, സുർജിത്ത്, ഒരു മോഴയാന കൂടി വരുന്നത് പുതിയ വെല്ലുവിളിയാണ്. ഈ മോഴയാനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ടോ? ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നതെല്ലാം തന്നെ ഈ മോഴയാന നേരത്തെ തന്നെ ഇവിടെയുള്ള ആനയാണ്. അതായത് ഈ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആന തന്നെയാണ്. പലപ്പോഴും ഈ റോഡരികിലെല്ലാം തന്നെ ഇത് വന്നു നിൽക്കാറുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് വഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഈ ആന എങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഒരുപക്ഷെ വനത്തിനകത്തേക്ക് കയറിയ ഘട്ടത്തിൽ ഈ ആന കൂടി ഇതിൻ്റെ ഭാഗമായി. അങ്ങനെ 2 ആനകൾ ഒരുമിച്ച് നടന്നു പോകുന്ന ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത്. 2 മോഴയാനകൾ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണവും ഉണ്ട്. ഈ പല ഘട്ടങ്ങളിലും ഈ 2 ആനകളെയും ഒരുമിച്ച് നേരിട്ട് കാണുന്ന അനുഭവം കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഇന്ന് വെടിവെക്കാൻ പാകത്തിന്, അതായത് 150 മീറ്ററോളം അകലെ വെച്ച് കണ്ടു. പക്ഷേ കുറച്ചുകൂടി അടുത്തേക്ക് എത്തിയാൽ മാത്രമേ ആ ദൗത്യം സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായും ഈ ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന കാടാണ്. ഈ കാടിൻ്റെ നിറവും ആനയുടെ നിറവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഒരു ചുമന്ന നിലയിലുള്ള നിറമാണ്. അടിക്കാടാണ്, കനത്ത വരൾച്ചയാണ് ഈ മേഖലയിൽ ഉള്ളത്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ വരണ്ടുണങ്ങി മുൾപ്പടർപ്പായി മാറിയിരിക്കുന്ന 3 ആൾ പൊക്കത്തിലെ കാടാണ്. ആ കാട് വകഞ്ഞു മാറ്റി വേണം ഇതിനകത്തേക്ക് കടക്കാൻ. അങ്ങനെ ഒരു ദൗത്യം നടപ്പാക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ് വനംവകുപ്പിന്റെ മുമ്പിൽ. അതിനാണ് കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചത്. ഈ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ച് അകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള ശ്രമത്തിനിടയിൽ ഈ ആന കുതറി മാറി, ഈ ആന മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഒരു കുളത്തിന് സമീപം ഒരു ആനയെ കിട്ടിയതാണ്. പക്ഷേ അതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തുടങ്ങുമ്പോഴേക്കും അത് വീണ്ടും തെന്നിമാറി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതെല്ലാം തന്നെ ഈ ദൗത്യത്തെ സംബന്ധിച്ച് വലിയ അളവിലുള്ള പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ വനം വകുപ്പിന് കഴിയേണ്ടതുണ്ട്. നാളെ ഈ നാട്ടുകാർ ഒരു പ്രതിഷേധം നടത്തി നാളെ നാട്ടുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമായിരിക്കും പോവുക. അതിൽ 4 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 4 നാട്ടുകാരെ കൂടി ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമാക്കി ഇവിടെ നിന്നും തെരച്ചിലിന് വേണ്ടി പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് കാടറിയുന്ന ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ഈ 4 ആളുകളുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രതിഷേധം ഈ മേഖലയിൽ വനംവകുപ്പിനെതിരെ ഉണ്ടായി. ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു മരണം നടന്ന് 4 നാളായിട്ടും എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇവരെ കൂടി ഉൾക്കൊള്ളിക്കണം, അതായത് നാട്ടുകാരുടെ ജനകീയ പങ്കാളിത്തോടു കൂടിയുള്ള തെരച്ചിൽ, കാടറിയുന്ന ആളുകളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വേണമെന്നുള്ള ആവശ്യം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം ഉന്നയിച്ചു. വനംവകുപ്പ് അംഗീകരിച്ചു. നാളെ 4 പേർ കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമാകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി സുഗമമായ രീതിയിൽ തന്നെ വഴിയറിയുന്ന ഈ കാടറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു ദൗത്യം നടപ്പാക്കുക വഴി ഈ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിൻ്റെ മുമ്പിലുള്ളത്. ആ ഒരു ദൗത്യമാണ് നാളെ
നാളെ നടക്കാൻ പോകുന്നത്. നാളെ 200ഓളം RRT അംഗങ്ങൾ, അതായത് നിലമ്പൂരിൽ നിന്നും മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിൽ നിന്നും ഉൾപ്പെടെ എത്തിച്ചിട്ടുള്ള RRT ടീം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഒരു ടീം എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സന്നാഹങ്ങളോട് കൂടിയുള്ള തിരച്ചിലാണ് ഈ മിഷൻ ബേലൂർ മകനയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം തന്നെയാണ്. കുറ്റിക്കാടാണ്, അടിക്കാടാണ്, അത് വളർന്ന നിലയിലുള്ള കാടാണ്. അതിനെ തരണം ചെയ്ത്, മുള്ളിനെ തരണം ചെയ്ത് അത്രമാത്രം ഉൾപ്പടർപ്പായി മാറിയ, ഇവിടെ പ്രാദേശികമായി കൊങ്ങിണി എന്ന് വിളിക്കുന്ന, ഈ കാട്ടപ്പ എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സ്ഥിതിയുണ്ട്. അതിനെ വകഞ്ഞു മാറ്റി വേണം പോകാൻ. അത് വലിയ രീതിയിലുള്ള ഒരു മുറിവുകളും മറ്റും ഈ RRT സംഘങ്ങൾക്ക് ഉണ്ടായ അനുഭവം കൂടിയുണ്ട്. ഇത്ര ദിവസം 3 ദിവസമായി വിശ്രമരഹിതമായ രീതിയിൽ തന്നെ അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആനയെ കീഴടക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം അത് ഒരു സമയപരിധിക്കുള്ളിൽ ഓടി മാറുന്ന അവസ്ഥയാണുള്ളത്. അതിനെ മയക്കുവെടി വെക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് നിൽക്കുമ്പോൾ അത് ഒഴിഞ്ഞു മാറി ഓടി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. സ്വാഭാവികമായും അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ നാളെ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ. ആനയെ മയക്കുവെടി വെക്കും എന്നുള്ള അത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പോംവഴിയില്ല. ഒരുപക്ഷെ ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച കോൺഫ്ലിക്റ്റ് ആനിമൽ പട്ടികയിലുള്ള കർണാടകയിൽ നിന്നുള്ള ആനയാണ്. സ്വാഭാവികമായും ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക്, കാട് കയറിപ്പോയാലും അത് ജനവാസ മേഖലയിലേക്ക് വരാം, വാഹനങ്ങളെ ആക്രമിക്കാം, മനുഷ്യരെ ആക്രമിക്കാം. അതുകൊണ്ട് തന്നെ മറ്റൊരു പോംവഴി വനം വകുപ്പിൻ്റെ മുമ്പിലില്ല. വെടിയുതിർക്കുക എന്നുള്ള, മയക്കുവെടി ഉതിർക്കുക എന്നുള്ള അജണ്ട മാത്രമാണ്. അതിനെ പിടികൂടി മുത്തങ്ങയിലെ ക്യാമ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ആനയ്ക്ക് വേണ്ടിയുള്ള തടി കൊണ്ടുള്ള കൂട് അടക്കം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അത്തരം സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ 25 അടി വിസ്തീർണമുള്ള 10 അടിയോളം ഉയരത്തിലുള്ള കൂട് സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ആനയെ പിടികൂടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്ക്, വനം വകുപ്പിന്. വേണു. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ പ്രസിഡന്റ് PG ശശികുമാർ വർമ്മ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊട്ടാരത്തിലെ കുടുംബാംഗം അന്തരിച്ചതിലുള്ള അശൂലം മൂലം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് 5:45 കൂടിയായിരുന്നു ശശികുമാർ വർമ്മയുടെ അന്ത്യം സംഭവിച്ചത്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം 71 വയസ്സായിരുന്നു. സ്വാഭാവികമായി അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. സ്ട്രോക്ക് സംബന്ധമായ അസുഖങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പന്തളം രാജകുടുംബത്തിൽ, പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇത്തവണയും തിരുവാഭരണം പുറപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു കുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് ഇത്തവണയും തിരുവാഭരണം കൊണ്ടുപോകാൻ, കൊട്ടാരത്തിനകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ആ സമയമൊക്കെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് അദ്ദേഹം ഉണ്ട്. ശിവകുമാര വർമ്മ ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് 2 ദിവസം കഴിഞ്ഞ് ജനുവരി 13 ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്, ഈ തിരുവാഭരണം കൊണ്ടുപോകുന്നത്. അതിന് 2 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു, ഡിസംബർ 16-ന്. അതിനുശേഷം തുടർച്ചയായി ആശുപത്രിയിൽ, തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും തിരുവല്ലയിലെ ആശുപത്രിയിൽ വെച്ച് ഉച്ചയ്ക്ക് 5:45 കൂടി അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലേക്ക്, കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിരുന്നു. ഡോക്ടർമാരൊക്കെ തന്നെ പരമാവധി ശ്രമിച്ചെങ്കിലും കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിരുന്നു. വൈകുന്നേരം ഒരു 5:45 കൂടി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന. മൃതദേഹം ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. എന്നാലും ക്ഷേത്രം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. വേണു. ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.